കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞേ, ജോഷുവ 3:5 നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുക, നാളെ നിങ്ങളുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വചനം പണ്ട് അവൻ കാണുന്ന സമയത്ത് അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവന് എക്സൈറ്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞു. കൂടുതൽ തത്വചിന്ത പഠിക്കാൻ തുടങ്ങി, കൂടുതൽ ഫിലോസഫി പഠിക്കാൻ തുടങ്ങി, കൂടുതൽ ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്യാൻ തുടങ്ങി, നിരീശ്വരവാദങ്ങൾ കേട്ടു. അപ്പോൾ ഈ ഒരു ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്. ഈ സംഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ തുറന്നപ്പം എനിക്ക് കിട്ടിയ കൊളോസോസ് 2:8 ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിന് മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഏറെയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ആരും നിങ്ങളെ തത്വചിന്തയ്ക്ക് ഇരയാക്കരുത്. ഇതാ വചനം. ദൈവത്തിന്റെ പൂർണ്ണത അവനെ മൂർത്തീഭവിച്ചിരിക്കുന്നു. ഈശോയിലാണ് നമ്മുടെ എക്സിസ്റ്റൻസ്, വേറെ ഒന്നിലുമല്ല. ഈശോയാണ് നമ്മുടെ ബേസ്. ഈ ഒരു വചനം അവൻ അറിയായിരുന്നെങ്കിൽ ഈ തത്വചിന്ത ഇവനെ റൂൾ ചെയ്യുന്ന സമയത്ത് അവൻ അതിനെ വെട്ടായിരുന്നു. ഈ വചനം വെച്ച് അവനതിനെ വെട്ടായിരുന്നു. പക്ഷെ അവൻ വചനം അറിയത്തില്ല. ഇവനെ 10-35 ദൈവവചനം ആരുടെ അടുത്ത് വെക്കുന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. നമ്മൾ ഈ വചനം വായിക്കുന്നുണ്ടോ? വചനം പഠിക്കാറുണ്ടോ? ഈ പറഞ്ഞ കൊളോസോസ് എന്ന് പറഞ്ഞാല് 4 പേജേ ഉള്ളൂ. ഫിലിപ്പിയൻസ് ഒരു 4-5 പേജേ ഉള്ളൂ. റോമാ കൊറിന്ത്യൻസ് കുറച്ച് കൂടുതൽ പേരുണ്ട്. പക്ഷെ തിമോത്തി 1 തിമോത്തി 2 തിമോത്തി തെസ്സലോനിക്ക ഇതെല്ലാം കുറച്ച് 3-4 പേജുകളേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം വായിക്കുന്നുണ്ടോ? ചിലപ്പോൾ ചുമ്മാ വായിക്കുമായിരിക്കും. വായിച്ച് പഠിക്കുന്നുണ്ടോ? അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? അണ്ടർലൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വചനങ്ങൾ ഇങ്ങനെ റിവേഴ്സ് ചെയ്യുന്നുണ്ടോ? ഈ വചനങ്ങൾ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു തെറ്റ് വരുന്ന സമയത്ത് നമുക്ക് വെട്ടാൻ പറ്റും. ഈശോയ്ക്ക് വചനം മൊത്തം അറിയാവുന്നു. പിശാച് പല പ്രവചനം കൊടുത്തു, അതിനെല്ലാം വെട്ടി, വചനം വെച്ച് വെട്ടി. വചനം നമുക്ക് അറിയാതിരിക്കണം. എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദന ആത്മാ സന്ധിവും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിയമങ്ങളെ വിവേചിച്ചറിയുന്നതാണ്. വചനം നമുക്ക് പഠിക്കണം. വചനം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പാപം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ആർക്കും നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല. മറ്റു പ്രലോഭനങ്ങളിലേക്ക് പോകത്തില്ല. പോകുമ്പോൾ വചനം ഉള്ളിൽ കിടപ്പുണ്ട്. അത് നമുക്ക് ശക്തി തരും, ഓവർകം ചെയ്യാൻ ശക്തി തരും. നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഈ വചനം ഞാൻ പഠിക്കും. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിക്കും. പുതിയമെങ്കിലും പരിപൂർണമായിട്ട് ഞാൻ പഠിക്കും. പഠിച്ച് ഞാൻ മനസ്സിലാക്കും. പഠിക്കാൻ എന്ന് ചിന്തിച്ചാൽ പറ്റില്ല, പറ്റും എന്ന് ചിന്തിക്കാം. നമുക്ക് തീരുമാനമെടുത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. വചനം പഠിക്കാൻ പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, എന്റെ ഈ തീരുമാനത്തെ നീ ആശീർവദിക്കണമേ. വചനം പഠിക്കാനുള്ള ശക്തി നീ എനിക്ക് തരണേ. ഞാൻ തീരുമാനമെടുക്കാൻ പോവാണ്. നാളെ മുതൽ ഞാൻ പുതുനിയമം എല്ലാം വായിച്ച് പഠിക്കും. ഓരോ വചനവും പഠിക്കുന്നു. ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഈശോയെ, എന്നെ അനുഗ്രഹിക്കണേ. വചനത്തിന്റെ ശക്തി എന്നെ പ്രവർത്തിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണോ. നമ്മളുടെ ആയുഷ്യം അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ആളുകളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.